Hi dear students, Computer Fundamentals and HTML Unit 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ മൊഡ്യൂൾ 5 ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ടാബിൾസ് അതേപോലെ ഫോംസിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിരുന്നു അല്ലേ. അതിൽ വിത്ത് എക്സാമ്പിളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് ഒന്ന് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSS ആണ്, അതായത് കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്. സോ അത് ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റൈൽ ഷീറ്റ്, സംതിങ് റിലേറ്റഡ് ടു വെബ് പേജ് സ്റ്റൈലിംഗ് ആണ്. അതായത് ഒരു വെബ് പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾ ഇതുവരെ പഠിച്ചത് ടേബിൾ അല്ലെ, ഫോം, ജസ്റ്റ് അതേപോലെ അതിലെങ്ങനെയാണ് പിക്ചർ ആഡ് ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുള്ളൂ. സോ അത് വെച്ചിട്ടൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്താൽ അതൊരിക്കലും എന്തല്ല, നിങ്ങളിപ്പോൾ കാണുന്ന മോസ്റ്റ് അഡ്വാൻസ് വെബ് പേജ് പോലെയുള്ള ഭയങ്കര കളർഫുള്ളോ ഭയങ്കര സ്റ്റൈൽസോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് എന്ത് വേണം, ഒരു സ്പെഷ്യൽ ഫീച്ചർ അല്ലെങ്കിൽ കാസ്കാഡിങ് ഷെൽറ്റ് എന്നുള്ളൊരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ് പേജ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അത് ലുക്ക് വൈസ് അതേപോലെ അതിൻ്റെ സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ അധികം ഈസി ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് എന്ത്, CSS എന്ന് പറയുന്നത്. സോ വെബ് പേജ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആക്കുക, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ. സോ വിത്ത് എ മിനിമം എഫേർട്ട് നമുക്കിത് എന്താ പറയുക, ചെറിയ ചെറിയ മൊഡ്യൂളാക്കി ചെയ്തിട്ട് അത് പിന്നെ യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെ കുറേ ഉണ്ട്. എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം, ഒരുപാട് ടൈപ്സ് ഓഫ് CSS ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ CSS സ്റ്റാൻഡ് ഫോർ കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ HTML എലമെൻറ്റ്സ് ആർ ടു ബി ഡിസ്പ്ലേഡ്. സോ ഇത് മെയിൻലി നിങ്ങളുടെ വെബ് പേജിൻ്റെ ഡിസ്പ്ലേ, അതായത് അതിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ലുക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, CSS നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് സേവ് എ ലോട്ട് ഓഫ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു CSS വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു 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 എന്താ പറയുക, ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചാൽ ആ മോഡൽ അല്ലെങ്കിൽ ആ സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പല സ്ഥലത്തും റീയൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഒരുപാട് ഓരോ ലൈനിലും അല്ലെങ്കിൽ ഓരോ സ്റ്റൈലിലും അല്ലെങ്കിൽ ഓരോ മോഡലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഒരേപോലെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ എഫേർട്ട് കുറക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ കൺട്രോൾ ദ ലേഔട്ട് ഓഫ് മൾട്ടിപ്പിൾ വെബ് പേജ് ഓൾ അറ്റ് വൺസ്. സോ മൾട്ടിപ്പിൾ സ്റ്റൈൽസ്, മൾട്ടിപ്പിൾ ലേഔട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈലിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. So it comprises of style rules that are interpreted by the browsers and then applied to the corresponding element in your document. So നമ്മൾ സ്റ്റൈൽ റൂൾസ് അപ്ലൈ ചെയ്യും, അതെന്ത് ചെയ്യും, നമ്മളെ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ട്, ഫോംസ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, അതുപോലെ ഹെഡിങ്സ് ഉണ്ട്. സോ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു CSS ഉണ്ടാക്കി വെച്ചാൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് മേഡപ്പ് ഓഫ് 3 പാർട്ട്. ഒരു CSS എന്ന് പറഞ്ഞാൽ 3 പാർട്ട് ഉണ്ടാകും ഒരു CSSന്. അതിൽ ഫസ്റ്റ് വൺ സെലക്ടറാണ്, രണ്ടാമത്തത് പ്രോപ്പർട്ടിയാണ്, ദെൻ വാല്യൂ. സെലക്ടർ മീൻസ് നമ്മൾ ഏത് എലമെൻറ്റ്സിൻ്റെ മുകളിലാണ്, ഇപ്പോൾ പാരഗ്രാഫ് ആണോ, ഹെഡിങ് ആണോ, അല്ലെങ്കിൽ ഇമേജ് ആണോ, ഏതിൻ്റെ മുകളിലാണോ നമ്മൾ നമ്മുടെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനെയാണ് സെലക്ടർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ പ്രോപ്പർട്ടി മീൻസ് എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പൊസിഷൻ ആവാം, കളർ ആവാം, അലൈൻ, ഇപ്പോൾ ടെക്സ്റ്റൊക്കെ അലൈൻ ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വാല്യൂ മീൻസ് എന്ത് വാല്യൂ ആണ് നമുക്ക് കൊടുക്കുന്നത്, കളർ ഈക്വൽ ടു റെഡ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് അലൈൻ ഈക്വൽ ടു സെൻറ്റർ അലൈൻഡ്. സോ വാല്യൂ എന്ന് പറയുന്നത് സെൻറ്റർ എന്നൊക്കെ വരും. സോ ഈ 3 കോമ്പോണൻസ് ആണ് എന്തെന്ന് ഒരു CSSൻ്റെ മെയിൻ പാർട്ട്. സെലക്ടർ, അത് ഏതിനെയാണ് നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ വാല്യൂ ആണ് വാല്യൂ. സോ 3 പ്രോപ്പർട്ടീസ് ഫോർ എ CSS. ഓക്കെ, അത് സെലക്ടർ എന്ന് പറഞ്ഞാൽ is an HTML tag at which a style will be applied. ഏത് സ്റ്റൈലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ദിസ് കുഡ് ബി എനി ടാഗ് ലൈക്ക് H1. സോ H1 പറഞ്ഞാൽ ഹെഡിങ്ങിലാണ്, ഹെഡിങ്ങിന് ടാഗ് ആവാം, അല്ലെങ്കിൽ ടേബിൾ ആവാം, പാരഗ്രാഫ് P ആവാം, അല്ലെങ്കിൽ ടാഗ് P ആവാം. സോ ഇതിന് മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CSS അപ്ലൈ ചെയ്യാം. സോ അതാണ് മെയിൻലി സെലക്ടറിൻ്റെ ഭാഗത്ത് വരിക. എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ദെൻ പ്രോപ്പർട്ടി, അതായത് എന്ത് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ എന്ത് സ്റ്റൈലിൽ എന്ത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പോകുന്നതാണ് പ്രോപ്പർട്ടി നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. It's a type of attribute of HTML tag. They could be color, border, etc. Okay. Then value, അതായത് നിങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്താണോ അത് വാല്യൂവിൽ വരുന്നത്. സോ കളർ ആണെങ്കിൽ നിങ്ങൾക്ക് കളർ റെഡാണ് റെഡ് എന്ന് എഴുതാം, അതല്ല അതിൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ കോഡ് അറിയെങ്കിൽ അതും എഴുതാം. സോ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളാണ് ഒരു CSSൻ്റെ 3 പാർട്ട്: സെലക്ടർ, പ്രോപ്പർട്ടി ആൻഡ് വാല്യൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ലാബിലൊക്കെ ഉപയോഗിക്കാനുണ്ട്. സോ അത് ഓർത്ത് വെക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതും അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. സോ ഇതാണ് H1, ഇവിടെ ഹെഡിങ്, ഫസ്റ്റ് ലെവൽ ഹെഡിങ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. സോ H1 ആണ് സെലക്ടർ. പ്രോപ്പർട്ടി എന്താണ്, കളറാണ്. ദെൻ ഈ നമ്പർ ഹെക്സാഡെസിമൽ നമ്പറാണ് എന്ത്, ഇതിൻ്റെ വാല്യൂ. ഓക്കെ, സോ ഇത് ഹെക്സാഡെസിമലാണ്, അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ, ഗ്രീൻ ഒക്കെ അവിടെ ഇതിലും അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ,
സോ ഈ രീതിയിലാണ് ഒരു CSS സാധാരണ ഉണ്ടാവുക. ഓക്കെ, ഒന്ന് ഓർത്തു. ഇതാണ് സെലക്ടർ, ദിസ് ഈസ് പ്രോപ്പർട്ടി ആൻഡ് ദിസ് ഈസ് വാല്യൂ. സോ ആദ്യം CSS സെലക്ടർസ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഓർ സെലക്ട് ദ HTML എലമെൻറ്റ് യു വാണ്ട് ടു സ്റ്റൈൽ. നമ്മൾ ഏത് HTML എലമെൻ്റ് ആണോ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത്, ഹെഡിങ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പാരഗ്രാഫിൻ്റെ മുകളിലാണെങ്കിൽ അത്. സോ ഇങ്ങനെ ഏത് എലമെൻറ്റ്, വെബ് പേജിൽ ഏത് എലമെൻറ്റ് മുകളിലാണ് നിങ്ങൾക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക, സെലക്ടേഴ്സ് ഉപയോഗിക്കുക. സോ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ടേഴ്സ് ഉണ്ട്. അത് എലമെൻറ്റ് സെലക്ടർ ഉണ്ട്, ഗ്രൂപ്പിംഗ് സെലക്ടർ ഉണ്ട്, യൂണിവേഴ്സൽ സെലക്ടർ ഉണ്ട്, ID സെലക്ടർ ഉണ്ട്, ക്ലാസ് സെലക്ടേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുള്ള സാധനങ്ങളാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ടർ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ എലമെൻറ്റ് സെലക്ടർ, ഗ്രൂപ്പിംഗ് സെലക്ടർ, യൂണിവേഴ്സൽ സെലക്ടർ, ID സെലക്ടർ, ക്ലാസ് സെലക്ടർ. സോ എന്താണ് ഓരോന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം എലമെൻറ്റ് സെലക്ടറാണ്. സോ എലമെൻറ്റ് സെലക്ടർ ഈ സെലക്ട് HTML എലമെൻറ്റ് ബേസ്ഡ് ഓൺ ദ എലമെൻറ്റ് നെയിം. സോ നമുക്ക് HTML ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡിങ് ഉണ്ട്. സോ അതിൽ ഏത് എലമെൻ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, എലമെൻറ്റ് സെലക്ടർ ഉപയോഗിക്കുക. അപ്പോൾ സിംഗിൾ എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഒരു എക്സാമ്പിളാണ് P മീൻസ് പാരഗ്രാഫാണ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, കളറാണ് സെറ്റ് ചെയ്തത്, സീക്വൽ ടു റെഡ്, കളർ റെഡ് ആക്കാൻ വേണ്ടി അതിൻ്റെ വാല്യൂ റെഡ്. സോ ഇതൊരു എലമെൻറ്റ് സെലക്ടർ വെച്ചിട്ടുള്ള ഒരു CSS ആണ്. അവിടെ P എന്ന് പറയുന്നത് സെലക്ടറിൻ്റെ ഭാഗത്ത് എലമെൻറ്റ് ഏത് എലമെൻറ്റ് മുകളിലാണ് അപ്ലൈ ചെയ്തത് അത് സെലക്ട് ചെയ്യും. അതിന് പകരം ഇപ്പോൾ പാരഗ്രാഫിൻ്റെ മുകളിലാണ് ഇങ്ങനെ, ഇനി അതല്ല ഹെഡിങ് 1ൻ്റെ മുകളിലാണെങ്കിൽ H1 എന്ന് വരും. ഇവിടെ ഈ സെലക്ടറിൻ്റെ ഭാഗത്ത് വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എലമെൻ്റ് ആണെങ്കിൽ ഏത് എലമെൻ്റ് ആണോ ഉള്ളത് അവിടെ ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ബാക്കി അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടി സെയിം ആണ്. കളർ സെറ്റ് ചെയ്യാം, ടെക്സ്റ്റ് അലൈൻ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് തന്നെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ H1 അല്ലെങ്കിൽ P ടേബിൾ എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എലമെൻറ്റ് സെലക്ടറാണ്. അത് ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത്രയും പ്രോപ്പർട്ടീസ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. രണ്ടാമത്തെ സെലക്ടറാണ് എന്ത്, ഗ്രൂപ്പിംഗ് സെലക്ടർ. എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിൻ്റെ മുകളിൽ ഒരുമിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് ഉപയോഗിക്കാം. സോ അവിടെ ഒന്ന് പാരഗ്രാഫ് സെലക്ട് ചെയ്യാം, ഒരു ഹെഡിങ് സെലക്ട് ചെയ്യാം, ടേബിൾ സെലക്ട് ചെയ്യാം, ഇതെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് ഉള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാനുള്ള സാധാരണ എന്ത് ഉപയോഗിക്കുക, ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് ഉപയോഗിക്കാം. നോക്കാം, ഇവിടെ കണ്ടോ H1 H2 P. സോ H1 എന്നുള്ളത് ഹെഡിങ് ആണ്, H2 വേറെ ഹെഡിങ് എലമെൻ്റ് ആണ്, ദെൻ P ഒരു പാരഗ്രാഫാണ്. സോ ഇത് മൂന്നെണ്ണത്തിനും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട്, സോ ഒറ്റ ഇതിലെല്ലാം കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, അതുകൊണ്ടാണ് ഇത് ഗ്രൂപ്പ് ചെയ്തത്. എന്നിട്ട് ടെക്സ്റ്റ് അലൈൻ ഈക്വൽ ടു സെൻറ്റർ ആക്കി, കളർ റെഡ് ആക്കി. സോ സിമ്പിൾ അല്ലേ, 3 എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തതുകൊണ്ട് ഗ്രൂപ്പിംഗ് സെലക്ടർ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ കോമൺ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ കൊടുക്കാനുള്ളതെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാൻ പറ്റും. ദെൻ യൂണിവേഴ്സൽ സെലക്ടറാണ് നെക്സ്റ്റ്. സോ ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്റ്റാർ സെലക്ടറാണ്. ഓക്കെ, യൂണിവേഴ്സൽ സെലക്ടർ സെലക്ട്സ് ഓൾ HTML എലമെൻറ്റ്സ് ഓൺ ദ പേജ്. സോ സ്റ്റാർ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ സിമ്പിൾ കൊടുക്കുക തുടക്കത്തിൽ. സോ ഇത് വെച്ച് സെലക്ട് ചെയ്താൽ എന്ത് ചെയ്യും, അത് അപ്ലിക്കബിൾ ടു എൻ്റയർ എലമെൻറ്റ്സ് ഓൺ ദാറ്റ് വെബ് പേജ് ആണ്. ഓക്കെ, അവിടെ സെലക്ടേഴ്സിന് പകരം സ്റ്റാർ എന്നുള്ളതാണ് കൊടുത്തതെങ്കിൽ H1 എന്നൊക്കെ നമുക്ക് കണ്ടു, അതിന് പകരം സ്റ്റാർ എന്ന് കൊടുത്താൽ അതെന്താണ്, ഇറ്റ് ഈസ് അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റൈൽസ് എന്താണ്, എൻ്റയർ എലമെൻറ്റ്സ് ഇൻ പർട്ടിക്കുലർ വെബ് പേജിന് അതെന്താണ് അപ്ലിക്കബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക, അവിടെ H1 P ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്റ്റാർ മാത്രം, ദെൻ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കളർ ബ്ലൂ. സോ ഈ രീതിയിൽ കൊടുത്ത് ഞാനൊരു സെലക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ വെബ് പേജിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സും സെൻറ്റർ അലൈൻ്റെ ആയിരിക്കും, അതിൻ്റെ കളർ എല്ലാം എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ടാൽ അപ്ലിക്കബിൾ ടു ഓൾ എലമെൻറ്റ്സ് എന്നാണ് മീനിങ്. നാലാമത്തത് ID സെലക്ടറാണ്. ID സെലക്ടർ മീൻസ് ഇറ്റ് യൂസസ് ദ ID attribute of an HTML element to select a specific element. സോ പാരഗ്രാഫ് തന്നെ മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ഉണ്ടാവും, അല്ലെ ഹെഡിങ് H1 തന്നെ മൾട്ടിപ്പിൾ H1s ഉണ്ടാവും. സോ അതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ്സിന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ കളർ മാത്രം ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ മാത്രം സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുന്ന കേസിലാണ് എന്ത് ചെയ്യുക, ID വെച്ചിട്ട് അത് സെലക്ട് ചെയ്യുന്നു, അതിൽ ഒരു ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എലമെൻറ്റ്സിൻ്റെ മുകളിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക ID സെലക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. So the ID of an element is unique within the page. So that ID selector used to select one unique element. To select the element with a specific ID, write a hash character followed by the ID of the element. So ഓരോ എലമെൻറ്റിനും ഒരു ID ഉണ്ടാവും. സോ ഒരു ആഷ് ഇട്ടിട്ട് അതിന് ശേഷം ID നമ്പർ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഡിസ്ക്രൈബ് ചെയ്താൽ, സ്റ്റൈൽസ് ഡിസ്ക്രൈബ് ചെയ്താൽ അത് ഓൺലി ആ പെർട്ടിക്കുലർ ID ഉള്ള എലമെൻറ്റ്സിന് ഓൺ യുവർ വെബ് പേജ് അതിന് മാത്രമേ എന്തുള്ളൂ, ആ സ്റ്റൈൽസ് അപ്ലിക്കബിൾ ആവുകയുള്ളൂ എക്സാമ്പിൾ നോക്കാം. ആഷ് പാര 1 ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കളർ എന്ന് കൊടുത്താൽ
പാരഗ്രാഫ് 1 മാത്രം ഈ പ്രോപ്പർട്ടീസ് ഈ സ്റ്റൈൽസ് അപ്ലിക്കബിൾ ആണ്. ബാക്കിയുള്ള വേറെയും പാരഗ്രാഫ്സ് ഉണ്ടാവും അല്ലെ, ഒരു വെബ് പേജ് ഒരു പാരഗ്രാഫ് മാത്രമല്ല മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ഉണ്ടാവും. അതിൽ പാര 1 എന്നുള്ള ഐഡിയ ഏതാണോ ആ പാരഗ്രാഫിന് മാത്രം ഈ രണ്ട് സ്റ്റൈൽസ് ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കളർ റെഡും ആക്കി മാറ്റും. സോ ആഷ് കൊടുക്കും, ഐ ഡി വാല്യൂ കൊടുക്കും, ദെൻ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിയും വാല്യൂം സെറ്റ് ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണോ സ്റ്റൈൽ എന്നത് ജസ്റ്റ് എഴുതി കൊടുക്കും. സോ ഈ രീതിയിലാണ് എന്ത് ഐ ഡി സെലക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എന്ത് ക്ലാസ് സെലക്ടർ. സോ ഇതൊരു എന്താ പറയുക, ക്ലാസ് സെലക്ടർ സെലക്ട് HTML എലമെൻറ്റ് വിത്ത് എ സ്പെസിഫിക് ക്ലാസ് ആട്രിബ്യൂട്ട്. സോ ഇതിലൊരു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെറ്റ് ഓഫ് സ്റ്റൈൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, എവിടേക്കെങ്കിലും ഒന്ന് കോൾ ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു എലമെൻസിൻ്റെ അകത്ത് വെച്ച് കോൾ ചെയ്താൽ എന്ത് ചെയ്യും, ആ എലമെൻസിൻ്റെക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അതായത് ഒരു ക്ലാസ് ഒരു സ്റ്റൈൽ ക്ലാസ് നിങ്ങൾ ഉണ്ടാക്കി വെക്കും. ഓക്കെ, അതായത് കളർ കൊടുക്കുന്നു, അതിൽ അലൈൻമെൻറ്റ് കൊടുക്കുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്റ്റൈൽസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഒരു ക്ലാസ് അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ആ ഡിഫൈൻ ചെയ്ത് വെച്ച ക്ലാസ്സിനെ വേറെ ഏതെങ്കിലും ഒരു HTML എലമെൻസിൻ്റെ അകത്ത് നിങ്ങൾ കോൾ ചെയ്താൽ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റൈൽസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നതിന് എന്താ പറയുക, ക്ലാസ് സെലക്ടർ മീൻ ചെയ്യുന്നത്. സോ ക്ലാസ് സെലക്ടർ ടു സെലക്ട് എലമെൻറ്റ്സ് വിത്ത് എ സ്പെസിഫിക് ക്ലാസ്, റൈറ്റ് എ ഡോട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ പീരീഡ് ക്യാരക്ടർ ഫോളോഡ് ബൈ എ ക്ലാസ് നെയിം. സോ ക്ലാസ് നെയിം കൂടെ അവിടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൽ മതി, ആ ക്ലാസ് നെയിം കോൾ ചെയ്താൽ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾ ആ പർട്ടിക്കുലർ എലമെൻറ്റ്സിലേക്ക് അപ്ലിക്കബിൾ ആവും. ഓക്കെ, സോ സെൻറ്റർ എന്നാണ് നിങ്ങൾ ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് മീൻസ് ഒരു ക്ലാസ് ഉണ്ടാക്കിയത് സെൻറ്ററാണ്. സെൻറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, ടെക്സ്റ്റ് അലൈൻ സെൻറ്ററും കളർ റെഡൊന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റൈൽസ്. സോ ഞാൻ ഒരു HTML എലമെൻ്റ് ഉണ്ടല്ലോ, പി എലമെൻറ്റ്സ്. സോ പി ഡോട്ട് സെൻറ്റർ എന്ന് എഴുതി വിളിച്ചു കഴിഞ്ഞാൽ പി എന്നുള്ള പാരഗ്രാഫിന് എന്ത് ചെയ്യും, ഈ സെൻറ്റർ എന്നുള്ള സ്റ്റൈലിൽ ഉള്ള ഈ വാല്യൂസൊക്കെ അപ്ലിക്കബിൾ ആവും. സോ അതിന് പകരം ഒരു സ്ഥലത്തേക്ക് പി ഡോട്ട് സെൻറ്റർ വിളിക്കാം, വേറെ സ്ഥലത്ത് H1 ഡോട്ട് സെൻറ്റർ വിളിക്കാം, H2 ഡോട്ട് സെൻറ്റർ വിളിക്കാം. സോ ആ രീതിയിൽ ടേബിൾ ഡോട്ട് സെൻറ്റർ വിളിക്കാം. സോ ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യും. അതാണ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തു, അതിൽ രണ്ട് സ്റ്റൈൽസ് അപ്ലൈ ചെയ്തു. ദെൻ അത് കോൾ ചെയ്യാൻ എന്ത് ചെയ്യും, ഡോട്ട് ഇട്ടിട്ട് അതിന് മുന്നേ നിങ്ങൾ എലമെൻറ്റ് ഡോട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ എന്തൊക്കെയാണോ അതാ നിങ്ങൾ കോൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത എലമെൻറ്റ്സിന് അപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും വേറെ ഉണ്ടാക്കി കൊടുക്കാം. സോ ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു, അത് മൾട്ടിപ്പിൾ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്തിട്ട് അവിടേക്കൊക്കെ അത് അപ്ലിക്കബിൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. സോ അതാണ് ക്ലാസ് സെലക്ടർ. ചില എക്സാമിന് ക്ലാസ് സെലക്ടറും അതേപോലെ ID സെലക്ടറും കമ്പാരിസനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് CSS ആണ്. കാസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റിലെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. സോ 3 ടൈപ്സ് ആർ ദ മെയിൻലി. വൺ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്, ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ആൻഡ് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റ്. സോ ഇത് മൂന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഈ CSS ഉണ്ടാക്കി അതിനെങ്ങനെയാണ് ഒരു വെബ് പേജിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഈ മൂന്നെണ്ണം. എക്സ്റ്റേണൽ പേര് തന്നെ ഉണ്ട്, സംതിങ് ബ്രിങ്ങിങ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് വെബ് പേജ്. ഒരു വെബ് പേജിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവരുന്നതാണ് എക്സ്റ്റേണൽ എന്ന് പറയുക. ഇൻറ്റേർണൽ എന്നാൽ ഇൻസൈഡ് ആണ്, ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൈൻ്റെ അകത്ത് കോൾ ചെയ്യുക. സോ ഈ മൂന്ന് രീതിയിലാണ്. ഈ മൂന്ന് എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം എക്സ്റ്റേണൽ CSS എന്താണെന്ന് നോക്കാം. With an external style sheet, you can change the look of an entire website by changing just one file. So ഒരു ഫയൽ നിങ്ങൾക്ക് എക്സ്റ്റേണലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റയർ വെബ് പേജിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Each page must include a reference to the external style sheet file inside the link element. So ഒരു ലിങ്ക് എന്നുള്ള എലമെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ കണക്കി ഒന്ന് ക്ലിയർ ആവുന്നത്. ദ ലിങ്ക് എലമെൻറ്റ് ഗോസ് ഇൻസൈഡ് ദി ഹെഡ് സെക്ഷൻ. സോ ഹെഡ് സെക്ഷൻ്റെ അകത്താണ് എന്ത് വരിക, ലിങ്ക് വരിക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. An external style sheet can be written on any text editor. The file should not contain any HTML tags. So ഒരു സ്റ്റൈൽ ഷീറ്റ്, അതായത് ഈ എക്സ്റ്റേണൽ ഷീറ്റിൽ നിന്ന് ഒരു HTML ടാഗ് ഒന്നും ഇല്ലാതെ നിങ്ങൾ എഴുതുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് എഴുതുന്ന ഒരു സ്റ്റൈൽ ഷീറ്റാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദ സ്റ്റൈൽ ഷീറ്റ് ഫയൽ മസ്റ്റ് സേവ് വിത്ത് എ .css എക്സ്റ്റൻഷൻ. സോ നിങ്ങൾ കോൾ ചെയ്യാൻ പോകുന്ന ഈ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിനെ നിങ്ങൾ .css എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയതായിരിക്കണം എന്നാണ് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ കാണാൻ നോക്കാം. സോ എക്സാമ്പിൾ .css എന്ന് പേര് കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ .css ആയിരിക്കും പേര്. ദെൻ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്ന് മാത്രം എഴുതി ഞാൻ എഴുതും. സോ ഇതാണ് എൻ്റെ എക്സ്റ്റേണൽ സ്റ്റൈൽ. സോ ഇതാണ് എൻ്റെ മെയിൻ പ്രോഗ്രാം. മെയിൻ HTML ആണ് ഇത്. HTML നേരത്തെ പറഞ്ഞ പോലെ ഹെഡിൻ്റെ അകത്ത് ലിങ്ക് എന്നുള്ളൊരു ഫോൾഡർ കൊടുത്തിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യും, href എക്സാമ്പിൾ .css കോൾ ചെയ്താൽ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റൈൽ ഷീറ്റിനെ
ഈ main.html എന്നുള്ള വെബ് പേജിലേക്ക് അതിൻ്റെ സ്റ്റൈൽസ് ഒക്കെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ അപ്ലിക്കബിൾ ആവും. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേണൽ CSS, അതായത് സെപ്പറേറ്റ് CSS ഫയൽ ഉണ്ടാക്കി വെക്കും. അതിനെ മെയിൻ HTML ഫയലിന് നമ്മൾ ഹെഡിൻ്റെ അകത്ത് ലിങ്ക് എന്നുള്ള ടാഗിൻ്റെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ലിങ്ക് ചെയ്യിപ്പിക്കും. സോ ആ എക്സ്റ്റേണൽ സൈറ്റിൽ എന്തൊക്കെയാണോ നമ്മൾ കൊടുക്കുന്ന സ്റ്റൈൽസ് അതൊക്കെ ഈ ഒരു വെബ് പേജിന് അപ്ലിക്കബിൾ ആവും. സോ ഇതാണ് എക്സ്റ്റേണൽ CSS. രണ്ടാമത്തത് ഇൻറ്റേർണൽ CSS എന്താണെന്ന് നോക്കാം. പേരിലുണ്ട് ഇൻറ്റേർണൽ ആണല്ലേ. ആൻഡ് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് മേ ബി യൂസ്ഡ് ഇഫ് വൺ സിംഗിൾ പേജ് ആസ് എ യുണീക്ക് സ്റ്റൈൽ. സോ നിങ്ങൾക്ക് ഒരു പേജിന് മാത്രമേ ഇങ്ങനെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുള്ളൂ, യുണീക്ക് സ്റ്റൈലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് അതിന് മാത്രം നിങ്ങൾ എന്താ പറയുക, ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ചെയ്യുന്നതാണ് എന്താ പറയുക, ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ സ്റ്റൈൽസ് ആർ ഡിഫൈൻഡ് വിത്ത് ദ സ്റ്റൈൽ എലമെൻറ്റ് ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ ഓഫ് HTML. സോ സ്റ്റൈൽ എന്നുള്ള എലമെൻറ്റ്സിനകത്ത്, ഹെഡിൻ്റെ അകത്ത് സ്റ്റൈൽ എന്നുള്ള എലമെൻറ്റ്സിനകത്ത് എന്ത് ചെയ്യുക, ഈ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് കൊടുക്കുക. എക്സാമ്പിൾ നോക്കാം. HTML ഹെഡ് എന്ന് കൊടുത്തു, ദെൻ സ്റ്റൈൽ എന്നുള്ള കൊടുത്തു, ദെൻ ബോഡീൻ്റെ അകത്ത് എന്ത് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. സോ സ്റ്റൈൽ ആൻഡ് അത് ക്ലോസ് ചെയ്യാൻ ഒരു /style. സോ ഈ ഇതിൻ്റെ അകത്ത് സ്റ്റൈൽ, അതേപോലെ ക്ലോസിങ് സ്റ്റൈലിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊടുത്ത് ഏതെങ്കിലും CSS അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ പറയുക ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്. സോ ഇത് വേറെ സെപ്പറേറ്റ് ഫയലൊന്നുമല്ല, നമ്മുടെ മെയിൻ HTML അകത്ത് തന്നെ ഹെഡിൻ്റെ അകത്ത് സ്റ്റൈലിൻ്റെയും ഒരു ക്ലോസിങ് സ്റ്റൈലിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, നമുക്ക് വേണ്ട സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. സോ അത് ഇൻറ്റേർണൽ ആണ് ടു എ പർട്ടിക്കുലർ മെയിൻ HTML ഫയൽ. സോ അതിനാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ഇൻലൈൻ CSS ആണ്. പേരിലുണ്ട് ഇറ്റ് മേ ബി യൂസ്ഡ് ടു അപ്ലൈ യുണീക്ക് സ്റ്റൈൽ ഫോർ എ സിംഗിൾ എലമെൻറ്റ്സ്. സോ തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു സിംഗിൾ വെബ് പേജിനാണ് അല്ലേ ഇൻറ്റേർണൽ. അതേസമയത്ത് ഇൻലൈൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രം, വെബ് പേജിൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റിന് മാത്രമാണ് നിങ്ങൾക്ക് CSS അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ എന്ത് ഇൻലൈൻ CSS ഉപയോഗിക്കുന്നത്. അതായത് ഒരു PF ഒരു പാരഗ്രാഫിന് മാത്രം അല്ലെങ്കിൽ ഹെഡിങ്ങിന് മാത്രം അങ്ങനെയൊക്കെ ആണെങ്കിലാണ് എന്ത് നോക്കുക, ഇൻലൈൻ CSS നമ്മൾ അപ്ലൈ ചെയ്യാം. ടു യൂസ് ഇൻലൈൻ CS style, add the style attribute to the relevant elements. The style attribute can contain any CSS properties. So style attributes ഉണ്ടാകും, അതെന്ത് ചെയ്യും, ഏത് എലമെൻറ്റിനാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കൊടുക്കുക. എക്സാമ്പിൾ നോക്കാം. ദെൻ H1 എന്നുള്ളതിനകത്താണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. സോ H1 സ്റ്റൈൽ, നമ്മൾ സ്റ്റൈൽ കൊടുക്കും. സ്റ്റൈലിൻ്റെ അകത്താണ് കൊടുക്കുക. അതായത് ഇൻറ്റേർണൽ ആണെങ്കിലും ഇൻലൈൻ ആണെങ്കിലും സ്റ്റൈൽ എന്നുള്ളതിനകത്താണ് നമ്മൾ കൊടുക്കുക ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്റ്റൈൽസ് നമ്മൾ കൊടുക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സോ H1 സ്റ്റൈൽ ഈക്വൽ ടു കളർ ബ്ലൂ എന്ന് കൊടുത്തു. ദിസ് ഈസ് ഹെഡിങ് ആൻഡ് അത് ക്ലോസ്. സോ ഈ ഭാഗത്ത് നമ്മൾ ഈ രീതിയിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യുക CSS. ഇതിനെയാണ് നമ്മൾ പറയുക ഇൻലൈൻ CSS എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് H1 എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ, വേറെ ഒന്നിനും അപ്ലിക്കബിൾ ആവില്ല. സോ അങ്ങനത്തെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻലൈൻ CSS ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് CSSൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ്. സോ CSSലെ സ്റ്റൈലിലൊരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു സ്റ്റൈലാണ് ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ളതാണ്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ CSS ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഓൺ എലമെൻറ്റ്സ്. സോ നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, CSS ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദർ ആർ 5 CSS ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് വിച്ച് ആർ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലേ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. സോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇമേജ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ അതിനാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തത് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വേറെ വേറെ വരണമെങ്കിൽ അത്. ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ്, ദെൻ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ. ഇങ്ങനെ 5 എണ്ണമാണ് നമുക്കുള്ളത്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ്, 6 CSS ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ്. ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളർ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി ഈസ് ടു സ്പെസിഫൈ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ എലമെൻറ്റ്. സോ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ ഡിഫൈൻ ചെയ്യാനാണ് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സോ H2P. സോ ഇതെന്ത് ഫയലാണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് സെലക്ടർ അല്ലേ, 2 എണ്ണം ഉണ്ട്. സോ ഗ്രൂപ്പ് സെലക്ടറാണ്. സോ H2P. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു റെഡ് എന്ന് നമ്മൾ ജസ്റ്റ് എഴുതി കൊടുക്കുന്നു. സോ ഇതിനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. സോ നോക്കുക സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. സോ എന്തായിരിക്കും, ഇമേജ് ആഡ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ടിൽ. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി യൂസ് ടു സെറ്റ് ആൻ ഇമേജ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എൻ എലമെൻറ്റ്. സോ പർട്ടിക്കുലർ എലമെൻറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണം. പർട്ടിക്കുലർ എലമെൻറ്റിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാനുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ബൈ ഡിഫാൾട്ട് ഇമേജ് കവേഴ്സ് ദ എൻ്റയർ എലമെൻറ്റ്സ്. സോ നമ്മൾ വേറെ ബ്രെഡ്ത്തും അതിൻ്റെ ഹൈറ്റും ഒന്നും ഡിഫൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എൻ്റയർ എലമെൻറ്റിനകത്ത് ഈ പർട്ടിക്കുലർ ഇമേജ് കവർ ചെയ്യും. സോ ബോഡി, എൻ്റയർ ബോഡീൻ്റെ അകത്ത് നമുക്ക് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്
URL ബ്രാക്കറ്റിനകത്ത് 1.gif എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഇമേജ് അത് ജസ്റ്റ് ബ്രാക്കറ്റിട്ട് കൊടുക്കുക. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ CSS വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ property repeats the background image horizontally and vertically. So some images are repeated only horizontally or vertically. So the background looks better if the image is repeated horizontally only. So background repeat minus x എന്ന് കഴിഞ്ഞാൽ അത് horizontal repetition മാത്രമായിരിക്കും. So body background image കൊടുത്തു, നേരത്തെ പറഞ്ഞ പോലെ URL ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് മൈനസ് എക്സ്. സോ ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ മതി റിപ്പീറ്റ് മൈനസ് ആ പർട്ടിക്കുലർ എക്സ് ഓർ വൈ ആക്സിസ് ഏതാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. സോ റിപ്പീറ്റ് എക്സ് ആകുമ്പോൾ എന്ത് ചെയ്യും ഹൊറിസോണ്ടലി മാത്രമേ അത് റിപ്പീറ്റ് ആവുന്നുള്ളൂ, വെർട്ടിക്കലി റിപ്പീറ്റ് ആവുന്നില്ല എന്നർത്ഥം. ഓക്കെ, സോ അതാണ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് പ്രോപ്പർട്ടി. ദെൻ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻ്റ് ആണ് നെക്സ്റ്റ്. അതിൻ്റെ മീനിങ് നിങ്ങൾ ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകും അല്ലേ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കൂടെ സ്ക്രോൾ ചെയ്യണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഐഡിയലായിട്ട് ഫിക്സഡായിട്ട് നിൽക്കണോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രോപ്പർട്ടി ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈസ് ഫിക്സഡ് ഓർ സ്ക്രോൾ ചെയ്ത് പോകണം വിത്തിൻ ദ റെസ്റ്റ് ഓഫ് ദ പേജ് ഓഫ് ബ്രൗസർ വിൻഡോ. സോ വെബ് ബ്രൗസറിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പം ചില വെബ്സൈറ്റ് കാണാം ബാക്ക്ഗ്രൗണ്ട് അതേപോലെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ചിലത് എന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ടും കൂടെ സ്ക്രോൾ ചെയ്ത് പോകും. സോ അത് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിക്സഡ് ഓർ സ്ക്രോൾ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. യു ക്യാൻ സെറ്റ് ഫിക്സഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ദെൻ ദ ഇമേജ് വിൽ നോട്ട് മൂവ് ഡ്യൂറിങ് സ്ക്രോളിംഗ് ദ ബ്രൗസർ. സ്ക്രോൾ ആണെങ്കിൽ നേരെ തിരിച്ച് സ്ക്രോൾ ചെയ്യാൻ ചെയ്യും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ബോഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ ആഡ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് URL കൊടുത്തിട്ട് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് ഹൊറിസോണ്ടലും ഇല്ല വെർട്ടിക്കലും ഇല്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് സ്ക്രോൾ ദാറ്റ് മീൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വെബ് പേജിൻ്റെ ബാക്കിയുള്ള എലമെൻറ്റ്സിന് കൂടെ എന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ടും സ്ക്രോൾ ചെയ്തിടണം എന്നാണ് അർത്ഥം. ഇതേ സ്ഥാനത്ത് ഇവിടെ സ്ക്രോളിന് പകരം ഫിക്സഡ് ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വെബ് പേജിൽ ബാക്കി എലമെൻ്റ് എല്ലാം മൂവ് ചെയ്യും, ബട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ത് ചെയ്യും അവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. സോ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിക്സഡ് ആണോ സ്ക്രോൾ ചെയ്യണോ എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ. The background position property set the starting position of the background image. So background position ബാക്ക്ഗ്രൗണ്ട് എവിടെ വരണം എന്നുള്ളത് ഒന്ന് സെറ്റ് ചെയ്യാനാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ യൂസ് ചെയ്യുന്നത്. By default background image is placed at the top left corner of an element and repeated both vertically and horizontally. So സാധാരണ ഒരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എവിടെ ഉണ്ടാവുക ടോപ്പ് ലെഫ്റ്റിലാണ് ഉണ്ടാവുക. സോ അത് റിപ്പീറ്റ് ചെയ്യും ഹൊറിസോണ്ടലും വെർട്ടിക്കലും റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ ഇത്രയാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ഉള്ളത് CSSൻ്റെ ഫോണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് ഫോണ്ട് ഉപയോഗിച്ചാൽ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവും. സോ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫോണ്ട് എന്തൊക്കെയാണെന്നത് നമുക്ക് നോക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. സോ CSS ഫോണ്ട് പ്രോപ്പർട്ടീസ് അതിൽ ആദ്യം വരുന്നത് ഫോണ്ട് ഫാമിലിയാണ്. ദ ഫോണ്ട് ഫാമിലി പ്രോപ്പർട്ടി ഈസ് യൂസ് ടു ചേഞ്ച് ദ ഫേസ് ഓഫ് എ ഫോണ്ട്. അതായത് നിങ്ങൾക്കറിയാം അല്ലേ ടൈംസ് ന്യൂ റോമൻ അതേപോലെ ഏരിയൽ അങ്ങനെ ഒരുപാട് സ്റ്റൈലുണ്ട്, സ്റ്റൈൽ ഫാമിലി ഉണ്ട്. അതിലേത് വേണം ചൂസ് ചെയ്യാനാണ് നമുക്ക് ഫോണ്ട് ഫാമിലി ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഉപയോഗിക്കുന്നത് P എന്നുള്ളൊരു പാരഗ്രാഫ് അതിൽ സ്റ്റൈൽ എന്ന് കൊടുക്കും ഞാൻ സീക്വൽ ടു ഫോണ്ട് ഫാമിലി എന്ന് എഴുതും. അതെന്താണ് ഞാൻ കൊടുത്തത് ഏരിയലാണ്. അപ്പം ഏരിയൽ എന്നുള്ള സ്റ്റൈലിലാണ് ഈ Pൻ്റെ അകത്ത് ഈ /P വരുന്ന എല്ലാ എലമെൻറ്റും വരുന്നത്. സിൻടാക്സ് നോക്കുക, സ്റ്റാർട്ടിങ് ടാഗിൻ്റെ അകത്ത് നമ്മൾ സ്റ്റൈലിന് എഴുതും, ദെൻ ഫോണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോണ്ട് ഫാമിലി ഏതാക്കി ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ഫോണ്ട് ഫാമിലിൻ്റെ നെയിംസ് ഇവിടെ ജസ്റ്റ് കൊടുക്കുക. ഏരിയലിനോ ടൈംസ് ന്യൂ റോമൻ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതിൻ്റെ അകത്ത് എഴുതുന്ന ഈ ദിസ് ടെക്സ്റ്റ് ഈസ് സ്റ്റൈൽ എന്ന് കണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നതെല്ലാം എന്തായിരിക്കും ഈ ഏരിയയിൽ നിന്നുള്ള സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക. ദെൻ /P വരെ അത് കണ്ടിന്യൂ ചെയ്യും. സോ ഇതാണ് ഫോണ്ട് ഫാമിലി. രണ്ടാമത് ഫോണ്ട് സ്റ്റൈൽ, അതായത് ഇറ്റാലിക് ബോൾഡ് അങ്ങനത്തെ ഒക്കെ ആക്കണം എന്നുള്ളത് മീൻ ചെയ്താണെന്ത് ഫോണ്ട് സ്റ്റൈൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അതെങ്ങനെ എഴുതും പോസിബിൾ വാല്യൂസ് ആർ നോർമൽ, ഇറ്റാലിക് ആൻഡ് ഒബ്ലിക്. സോ 3 വാല്യൂ ഉള്ളത് നോർമൽ, ഇറ്റാലിക് ആൻഡ് ഒബ്ലിക്. P style ഫോണ്ട് സ്റ്റൈൽ സീക്വൽ ടു എഴുതുക. നേരത്തെ ഫോണ്ട് ഫാമിലി എഴുതിയതിന് പകരം ഫോണ്ട് സ്റ്റൈൽ സീക്വൽ ടു ഫോണ്ട് സ്റ്റൈൽ കോളൻ ഈസ് ഈ ഇറ്റാലിക് എന്ന് എഴുതിയാൽ എന്തായിരിക്കും ഈ /P സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ /P വരെയുള്ള എല്ലാ ടെക്സ്റ്റും എന്തായിരിക്കും ഇറ്റാലിക്സിലായിരിക്കും. സോ ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, ഓരോന്നും റിലേറ്റഡ് ആണ്. ഓക്കെ, ദെൻ ഫോണ്ട് വേരിയൻറ്റ്. ഫോണ്ട് വേരിയൻ്റ് അതായത് സ്മോൾ കേസ് ആണോ അപ്പർ കേസ് ആണോ എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യാനാണ് ഫോണ്ട് വേരിയൻ്റ് ഉപയോഗിക്കുന്നത്. പോസിബിൾ വാല്യൂസ് ആർ നോർമൽ ആൻഡ് സ്മോൾ ക്യാപ്സ്. ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചൂസ് ചെയ്യാം. സോ P സ്റ്റൈലിൽ
നേരത്തെ പറഞ്ഞ ഒരു പാരഗ്രാഫിനകത്താണ് പി സ്റ്റൈലിനകത്ത് എന്ത് ചെയ്യുക ഫോണ്ട് വേരിയൻ്റ് എന്ന് ചെയ്താൽ സ്മോൾ ക്യാപ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇതെല്ലാം സ്മോൾ ക്യാപ്സ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ടെക്സ്റ്റ് ഉണ്ടാവുന്ന അർത്ഥം. ഓക്കെ, സോ ഫോണ്ട് ഫാമിലി, ഫോണ്ട് ടൈപ്പിലെ ഫോണ്ട് നേരത്തെ പറഞ്ഞത് ഫോണ്ട് സ്റ്റൈലുണ്ട്, ഇറ്റാലിക്സ് ആണ് ഫോണ്ട് വേരിയൻറ്റ്, ഏത് വേരിയൻ്റ് ആണ് സ്മോൾ ക്യാപ്സ് ഒക്കെ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഫോണ്ട് വെയിറ്റ്, അതായത് അതിൻ്റെ ബോൾഡ്നെസ് ഡിഫൈൻ ചെയ്യാനാണ് ഫോണ്ട് വെയിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോണ്ട് വെയിറ്റ് പ്രോപ്പർട്ടി ഈസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഹൗ ബോൾഡ് ഓർ ലൈറ്റ് എ ഫോണ്ട് അപ്പിയർ. സോ ഫോണ്ടിൻ്റെ ബോൾഡ്നെസ് ഡിഫൈൻ ചെയ്യാനാണ് ഫോണ്ട് വെയിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പോസിബിൾ വാല്യൂസ് ആർ നോർമൽ, ബോൾഡർ, ലൈറ്റർ, 100, 200, സോ ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫോണ്ട് വെയിറ്റ് നമ്മുടെ ഓരോ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും, അതായത് ബോൾഡ്നെസ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ ആപ്പ് ചെയ്യുക? ഒന്നുമില്ല, ഇതെല്ലാം ഒരേപോലെയാണ് അല്ലേ. ഫോണ്ട് സ്റ്റൈലൊക്കെ പി സ്റ്റൈലിനകത്ത് ഫോണ്ട് വെയിറ്റ് ബോൾഡിൽ നിന്ന് ബോൾഡിലായിരിക്കും അതുണ്ടാവുക. ഇനി അതല്ല ലൈറ്റ് എന്നാണെങ്കിൽ അത് ലൈറ്റ്, ഈ വരുന്ന ടെക്സ്റ്റ് ലൈറ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അതിൻ്റെ വെയിറ്റ്. ദെൻ ഫോണ്ട് സൈസ്, നമുക്കറിയുന്ന പോലെ ദ ഫോണ്ട് സൈസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഡിക്രീസ് ദ സൈസ് ഓഫ് എ ഫോണ്ട്. ദ പോസിബിൾ വാല്യൂസ് ആർ XX സ്മോൾ, X സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ ഒരുപാട് സൈസുകൾ നമുക്കുണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു സൈസ് നിങ്ങൾ ഫോണ്ട് സൈസായി സെറ്റ് ചെയ്താൽ ആ സൈസിലായിരിക്കും ആ പെർട്ടിക്കുലർ എലമെൻറ്റ്സ് അല്ല ആ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഉണ്ടാവുക എന്നർത്ഥം. ഉദാഹരണത്തിന് പി സ്റ്റൈൽ ഫോണ്ട് സൈസ് 20 പിക്സൽ 20 PS ചെയ്താൽ ഈ ടെക്സ്റ്റിൻ്റെ 20 പിക്സലായിരിക്കും. തൊട്ടടുത്ത പാരഗ്രാഫ് എന്ത് ചെയ്താൽ പി സ്റ്റൈൽ ഫോണ്ട് സൈസ് ഇക്വൽ സ്മോൾ ആണെങ്കിൽ ഇത് സ്മോളിലായിരിക്കും. അതുപോലെ ഫോണ്ട് സൈസ് ലാർജ് ആണെങ്കിൽ ഈ ഒരു ഫോണ്ടെല്ലാം എന്തായിരിക്കും ലാർജിലായിരിക്കും ഉണ്ടാവുക. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക ഫോണ്ട് സൈസ് ഡിഫൈൻ ചെയ്തെടുക്കുക. സോ പിയിൽ സ്റ്റൈൽ എഴുതിയിട്ട് ഫോണ്ട് സൈസ് കോളം ഇട്ടിട്ട് എന്താണോ സൈസ് അത് ഡിഫൈൻ ചെയ്തെടുക്കുക. അതാണ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. XX സ്മോൾ മുതൽ നമുക്ക് എന്താ പറയുക ലാർജ് വരെ ഒക്കെ ഉണ്ട്. സോ അതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് ആ രീതിയിൽ അത് ആ ഒരു ടെക്സ്റ്റ് ഫോണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോണ്ട് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദ ഫോണ്ട് പ്രോപ്പർട്ടി ഈസ് യൂസ് ടു ആസ് എ ഷോർട്ട് ഹാൻഡ് ടു സ്പെസിഫൈ നമ്പർ ഓഫ് അതർ ഫോണ്ട് പ്രോപ്പർട്ടി. അതായത് നിങ്ങൾ ഒരുപാട് മൾട്ടിപ്പിൾ ഫോണ്ടിൽ വരുന്ന സൈസ്, അതുപോലെ അതിൻ്റെ സ്റ്റൈൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നത് ഒറ്റ ഇതിൽ സെറ്റ് ചെയ്യാനെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ഫോണ്ട് എന്നുള്ള പ്രോപ്പർട്ടി. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ പി സ്റ്റൈൽ എന്നുള്ളത് എഴുതിയിട്ട് നിങ്ങൾ ജസ്റ്റ് നേരത്തെ ഇതുപോലെ നേരത്തെ നിങ്ങൾ ഫോണ്ട് വെയിറ്റ് അതുപോലെ ഫോണ്ട് സ്റ്റൈലൊക്കെ എഴുതി ജസ്റ്റ് ഫോണ്ട് എന്ന് എഴുതുക. ദെൻ ഇറ്റാലിക്, സ്മോൾ ക്യാപ്സ്, ബോൾഡ്, 15 PS. ഇതെന്തൊക്കെ വന്നു? ഇറ്റാലിക് ആക്കി, സ്റ്റൈൽ വന്നു, അത് സ്മോൾ ആണോ ക്യാപ്പ് ആണോ വന്നു, അതിൻ്റെ വെയിറ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ സൈസ് ഡിഫൈൻ. സോ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഫോണ്ട് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ അപ്ലൈയിങ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓൺ ദി ടെക്സ്റ്റ് അറ്റ് വൺസ്. സോ അതിനാണ് ഫോണ്ട് എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത്. ദെൻ ഇത്രയാണ് ഫോണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാനുണ്ടാവും. അതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത് കളറാണ്, എന്ത് കളർ കൊടുക്കുക എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്രീവിയസ് എക്സാമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് കളർ കൊടുക്കുന്നതൊക്കെ. നോക്കാം നമുക്ക്. ദ കളർ പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ കളർ ഓഫ് എ ടെക്സ്റ്റ്. എങ്ങനെയാണത്? സോ HTML കൊടുത്താൽ ബോഡീൻ്റെ അകത്ത് പി സ്റ്റൈൽസ് ഈക്വൽ ടു കളർ റെഡ് എന്ന് എഴുതി കൊടുക്കുക. സോ സ്റ്റൈൽസ് ഈക്വൽ ടു കളർ റെഡ്. സോ ഈ രീതിയിൽ ഈ പി മുതൽ ഇത് ക്ലോസിംഗ് പി വരെയുള്ള ഇതെല്ലാം നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് എല്ലാം എന്തിലായിരിക്കും? റെഡ് കളറിലായിരിക്കും എന്നർത്ഥം. ഓക്കെ, സിമ്പിളാണ് അല്ലേ. നെക്സ്റ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ടെക്സ്റ്റ് വരുന്നത് എന്നുള്ളത് കാണിക്കാനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ടെക്സ്റ്റ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനാണ്? പോസിബിൾ വാല്യൂസ് ആർ LTR ഓർ RTR. LTR മീൻസ് ലെഫ്റ്റ് ടു റൈറ്റ്, അതേപോലെ RTL മീൻസ് റൈറ്റ് ടു ലെഫ്റ്റ്. സോ ഇതിലേത് രീതിയിലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. LTRും RTR ആണ് രണ്ട് വാല്യൂ ആണുള്ളത്, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. പി സ്റ്റൈൽ ഡയറക്ഷൻ എന്ന് എഴുതി കഴിഞ്ഞ് RTL കൊടുത്താൽ എന്തായിരിക്കും? ഈ എഴുതുന്ന ടെക്സ്റ്റ് ദിസ് ടെക്സ്റ്റ് വിൽ റെൻഡർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും അത് റെൻഡർ ചെയ്ത് വരുന്ന മീനിങ്. ഓക്കെ, ദെൻ ലെറ്റർ സ്പേസിങ് ആ പേരിലുണ്ട്. ടെക്സ്റ്റ് തമ്മിലുള്ള ലെറ്റേഴ്സിൻ്റെ അടുക്കുള്ള എത്ര സ്പേസ് കൊടുക്കുന്നതാണ് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് പ്രോപ്പർട്ടി യൂസ് ടു സ്പെസിഫൈ സ്പേസ് ബിറ്റ്വീൻ ദ ലെറ്റർ ദാറ്റ് മേക്കപ്പ് വേർഡ്. ഒരു വേർഡിൻ്റെ അകത്ത് ഉള്ള ലെറ്റേഴ്സ് തമ്മിൽ എത്ര സ്പേസ് വേണം അത് ഡിഫൈൻ ചെയ്യാനാണ് നമുക്ക് ലെറ്റർ സ്പേസിങ് ഉപയോഗിക്കുന്നത്. പോസിബിൾ വാല്യൂസ് ആർ നോർമൽ ഓർ എ നമ്പർ സ്പെസിഫൈങ് സ്പേസ്. സോ പോസിബിൾ വാല്യൂസ് വരുന്നത് നമുക്കൊന്നെങ്കിൽ അത് നോർമൽ അല്ലെങ്കിൽ നമ്പർ, ഒരു പെർട്ടിക്കുലർ നമ്പർ കൊടുത്താൽ എന്ത് ചെയ്യും? ആ സ്പേസിൽ അത് അവൈലബിൾ ആയിരിക്കും. പി സ്റ്റൈൽസ് ഈക്വൽ ടു ലെറ്റർ സ്പേസിങ് 5 PX എന്ന് കൊടുത്താൽ
സോ ലെറ്റർ സ്പേസിംഗ് ആണ് പ്രോപ്പർട്ടി. 5px കൊടുത്താൽ ഈ ടെക്സ്റ്റ് എന്തായിരിക്കും 5pxലായിരിക്കും ഉണ്ടാവുക എന്നാണ് അർത്ഥം. CSS ടെക്സ്റ്റ് പ്രോപ്പർട്ടി വേർഡ് സ്പേസിംഗ്. വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വലിയ സെൻറ്റൻസ് പാരഗ്രാഫ് ഒക്കെ ചെയ്താൽ അതിൽ തമ്മിൽ വേർഡ്സുകൾ തമ്മിൽ എത്ര സ്പേസിംഗ് ആവശ്യമുണ്ട്, അതിനാണ് വേർഡ് സ്പേസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The word spacing property is used to specify space between the words of a sentence. ഒരു സെൻറ്റൻസിനകത്ത് വേർഡ്സ് തമ്മിൽ എത്ര സ്പേസ് ഇടുന്നുള്ളതിനാണ്. പോസിബിൾ വാല്യൂസ് ആർ നോർമൽ ടു നമ്പർ സ്പെസിഫൈങ് സ്പേസ്. ഒരു നോർമൽ കൊടുത്തതിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് നമ്പേഴ്സ് കൊടുത്താൽ അത്രയും സ്പേസ് നമുക്കത് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ദെൻ പി ഒക്കെ ഒരു ഏകദേശം ഒരേ പാറ്റേൺ ആണ്. അല്ലാതെ പി സ്റ്റൈൽ വേർഡ് സ്പേസ് ചെയ്തിട്ട് 5px കൊടുത്താൽ ആ ടെക്സ്റ്റുകൾ തമ്മിലുള്ള വേർഡ്സിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും 5 പിക്സൽ ആയിരിക്കും. ദെൻ ടെക്സ്റ്റ് ഇൻറ്റൻറ്റ്. ഇൻറ്റൻറ്റിൽ എത്ര റൈറ്റിലേക്ക് വരുന്നുള്ളത് കൊടുക്കാനാണ്. ദ ടെക്സ്റ്റ് ഇൻ പ്രോപ്പർട്ടി യൂസ് ടു ഇൻറ്റൻറ്റ് ദ ടെക്സ്റ്റ് ഓഫ് എ പാരഗ്രാഫ്. പോസിബിൾ വാല്യൂസ് ആർ പെർസെൻറ്റേജ് ഓർ എ നമ്പർ സ്പെസിഫൈങ് ഇൻറ്റൻറ്റ് സ്പേസ്. പി സ്റ്റൈൽ ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് 1 cm മീൻസ് ദിസ് ടെക്സ്റ്റ് വിൽ ഇൻറ്റൻറ്റ് ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും 1 cm ഇൻറ്റൻറ്റ് ഇട്ടിട്ട് കൊടുക്കും. സോ ടെക്സ്റ്റ് ഇൻറ്റൻറ്റ് എത്ര പാരഗ്രാഫ് തുടങ്ങുമ്പോൾ എത്ര സ്പേസ് ഇടണം എന്ന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ടെക്സ്റ്റ് അലൈൻ. സോ അലൈൻമെൻറ്റ് അല്ലേ, ലെഫ്റ്റ് അലൈൻ ആണോ റൈറ്റ് അലൈൻ ആണോ സെൻറ്റർ ലൈൻ ജസ്റ്റിഫൈ ഏതാണ് കൊടുക്കാനാണ് നമ്മൾ ടെക്സ്റ്റ് അലൈൻ ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ആൻഡ് ജസ്റ്റിഫൈ ഇങ്ങനെ 4 അലൈൻമെൻറ്റ് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ദെൻ പി സ്റ്റൈൽ ടെക്സ്റ്റ് അലൈൻ റൈറ്റ് എന്ന് കൊടുക്കാം, അതല്ല പി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് കൊടുക്കാം, ലെഫ്റ്റ് എന്ന് കൊടുക്കാം, അതേപോലെ ജസ്റ്റിഫൈയും കൊടുക്കാം. സോ എന്ത് ചെയ്യും, ഈ ക്ലോസിംഗ് സ്റ്റാർട്ടിംഗ് പി മുതൽ ക്ലോസിംഗ് ടാഗ് പി വരെയുള്ളതെല്ലാം എന്തായിരിക്കും ആ പെർട്ടിക്കുലർ അലൈനിൽ അത് അലൈൻഡ് ആയിരിക്കും. ദെൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ. The text decoration property is to underline, overline or strike through text. ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിൻ്റെ അകത്ത് അണ്ടർലൈൻ അല്ലെങ്കിൽ ഓവർലൈൻ കൊടുക്കാനൊക്കെ നമുക്ക് കൊടുക്കുന്നതാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ. പോസിബിൾ വാല്യൂസ് ആർ നൺ, അണ്ടർലൈൻ, ഓവർലൈൻ, ലൈൻ ത്രൂ ആൻഡ് ബ്ലിങ്ക്. സോ ഒരു എക്സാമ്പിൾ ഇതൊക്കെ ഏകദേശം സെയിം പാറ്റേൺ ആണ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ മാറിപ്പോകാനൊന്നുമില്ല. പി സ്റ്റൈൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ അണ്ടർലൈൻ ചെയ്താൽ അതെന്തായിരിക്കും അണ്ടർലൈൻ ആയിരിക്കും. ദെൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ ലൈൻ ത്രൂ കൊടുത്താൽ അത് ഒരു സ്ട്രൈക്ക് ത്രൂ ആ പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ആ പെർട്ടിക്കുലർ വേർഡിങ്സിൻ്റെ എന്തെങ്കിലും സ്ട്രൈക്ക് ത്രൂ കൊടുക്കുന്നു. ഓക്കെ. ദെൻ ടെക്സ്റ്റ് ട്രാൻസ്ഫോം. അതായത് ലോവർ കേസ് ടു അപ്പർ കേസ് അല്ലെങ്കിൽ അപ്പർ കേസ് ടു ലോവർ കേസ് മാറ്റാൻ നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ഉപയോഗിക്കുക. പോസിബിൾ വാല്യൂസ് ആർ നൺ, ക്യാപിറ്റലൈസ്, അപ്പർ കേസ്, ലോവർ കേസ്. ഇങ്ങനെ 4 വാല്യൂസാണ് അതിനുള്ളത്. ഇങ്ങനെ സെയിം സ്റ്റെപ്പ് അല്ലെങ്കിൽ സെയിം പ്രൊസീജിയറാണ്. പി സ്റ്റൈൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് കൊടുത്താൽ ഇത് ദിസ് വിൽ ബി ക്യാപിറ്റലൈസ്, ദിസ് അപ്പർ കേസ് കൊടുത്താൽ ദിസ് വിൽ ബി അപ്പർ കേസ്. സോ ആ രീതിയിൽ അത് അപ്പർ കേസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റാനാണ് നമ്മൾ ഉപയോഗിക്കുക ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് CSS ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്നാലും ഒന്നുകൂടെ ക്ലിയർ ആവുള്ളൂ. ദെൻ നിങ്ങൾക്ക് ലാബ് ചെയ്യാനുണ്ട് ഇതൊക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനും ചോദിക്കും. സോ ഇത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.